ആകെ അങ്ങ് അപ്സെറ്റ് ആയിരുന്നു. പോട്ടെ. ഞാൻ ഓരോ കാര്യങ്ങൾ ആലോചിച്ചിരിക്കുകയായിരുന്നു. നമ്മുടെ പഴയ പ്രശ്നങ്ങളൊക്കെ. സോറി നന്ദു, എന്നോട് സോറി പറയണ്ട. പക്ഷേ നന്ദു പറഞ്ഞത് സത്യമാണല്ലോ അല്ലേ? പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടുള്ള ടെൻഷൻ ആണല്ലോ അല്ലേ? അതെ, അത്രേ ഉള്ളൂ. സമാധാനായി. സത്യത്തിൽ ഞാൻ വല്ലാതെ പേടിച്ചു. നന്ദു ഒന്ന് പറഞ്ഞില്ലേ ഒരു കാര്യം, നമ്മുടെ അച്ഛന്റെ അമ്മയുടെയും പേരക്കുട്ടികളെ കുറിച്ച്. അതിനെക്കുറിച്ച് സംസാരിക്കാനാ വന്നേ. ആരെക്കുറിച്ച്? ഇവിടെ അച്ഛന്റെ അമ്മയുടെയും പേരക്കുഞ്ഞുങ്ങളെ കുറിച്ച്. ഏത് പേരക്കുഞ്ഞുങ്ങള്? ഏത് പേരക്കുഞ്ഞുങ്ങളാന്ന് നന്ദുവിന് അറിയില്ലേ? നന്ദു അല്ലേ അവരെ കുറിച്ച് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളേ? നമ്മുടെ കുട്ടികള്. ആന്നോ? എന്താ നന്ദു? ഞാൻ കരുതിയത് ഞാൻ ഈ വിഷയം സംസാരിക്കുമ്പോ നന്ദു ആകെ അങ്ങ് ഉത്സാഹത്തിലാവുന്ന. നന്ദുവിന് എന്താ സംഭവിച്ചേ? ഒന്നും സംഭവിച്ചില്ല ദേവി. ഒന്നുമില്ല. നന്ദു, ദേവി, എനിക്ക് കുറച്ച് സമയമൊന്നും ഒറ്റയ്ക്കിരിക്കണം. എന്തോ ഒരു സുഖമില്ലായ്മ. എന്ത് സുഖമില്ലെന്നാ? വന്നേ, നമുക്ക് ഏതെങ്കിലും ഡോക്ടറെ പോയി കാണാം. വാ. എനിക്ക് ഡോക്ടറെ ഒന്നും കാണണ്ട ദേവി. നന്ദുവിന് ജോലി ഇല്ലാന്നുള്ള വിഷമാണോ? അതെന്നാ കാര്യം? അല്ല, അതല്ല. ഞാൻ ചോദിച്ചപ്പോ നന്ദു വെറുതെ പറയാ. എനിക്ക് കാര്യം എന്താന്ന് അറിയണം. പ്ലീസ് നന്ദു, എന്നെ വിഷമിപ്പിക്കാതെ സത്യം പറ. സത്യ? എനിക്ക് വേറെ വിഷമമൊന്നുമില്ല. പറഞ്ഞില്ലേ, കഴിഞ്ഞ സംഭവങ്ങളൊക്കെ ആലോചിച്ച് ടെൻഷനായതാ. സത്യമാണല്ലോ? സത്യം. എങ്കിലേ ഇനി പഴയ കാര്യങ്ങളൊന്നും ആലോചിക്കണ്ട. നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങളെ പറ്റി ചിന്തിക്കാം. എന്നുവെച്ചാ നമ്മുടെ പിള്ളേഴ്സിനെ കുറിച്ച്. ചിരിക്കത്ര ശക്തി പോരല്ലോ. അങ്ങനെ ഇപ്പോഴല്ലേ എന്റെ നന്ദോസ് നല്ല മിടുക്കൻ നന്ദോസായത്. വന്നേ, ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് ഇരിക്കണ്ട. വാ, നമുക്ക് രണ്ടുപേർക്കും കൂടെ ഇരുന്ന് സംസാരിക്കാം. ഇവിടെ ഇരിക്കേ. പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. എന്താ? അല്ല, നന്ദു എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്ന പോലെ? എനിക്ക് ടെൻഷനൊന്നുമില്ല. നിനക്ക് വെറുതെ തോന്നുന്നതാ.